പ്രൈം ടൈം ന്യൂസിൽ വിശദമായ വാർത്തകൾ നോക്കാം. മോദിയും രാഹുലും കേരളത്തിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. സംസ്ഥാനത്തെ പൊതുതെരഞ്ഞെടുപ്പിന് 12 ദിവസം മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം ശക്തമാക്കാനൊരുങ്ങി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും രാഹുൽ ഗാന്ധി നാളെയും കേരളത്തിലെത്തും. ഇരുവരും നാളെ പ്രചാരണത്തിനിറങ്ങും. ഇതിനിടെ PK കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി വീണ്ടും രംഗത്തെത്തി. പരസ്യപ്രചാരണത്തിന് 10 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണത്തിന്റെ ഗിയർ മാറ്റി മുന്നണികൾ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിന് എത്തുന്നതോടെ രംഗം ഉച്ചസ്ഥായിയിലെത്തും. ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരം കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. ഏപ്രിൽ 15 മുതൽ 22 വരെ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രചാരണം നടത്തും. നാളെ വൈകിട്ട് 6-ന് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന മഹാറാലിയിൽ രാഹുൽ പങ്കെടുക്കും. വരും ദിവസങ്ങളിൽ LDFും ദേശീയ നേതാക്കളെ സംസ്ഥാനത്തെ പ്രചാരണത്തിന് എത്തിക്കുന്നുണ്ട്. ഇതിനിടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിരുന്ന PK കുഞ്ഞനന്തന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായി ലീഗ് നേതാവ് KM ഷാജി രംഗത്തെത്തി. കുഞ്ഞനന്തന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുമ്പ്, ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയിട്ടുണ്ട്. അറിയാങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ബാക്കി കേസ് വന്നിട്ട് പറയാം. TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുന്നതിൽ ആശങ്കയുണ്ടെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ച് സജീവമാക്കേണ്ട എന്നാണ് CPIMന്റെ നിലപാട്. അതിന്റെ പിതൃനിന്ദ നടത്തിയെന്ന KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ പരാമർശത്തിന് മറുപടിയുമായി അനിൽ K ആന്റണിയും രംഗത്തെത്തി. ഇവരുടെയൊക്കെ സംസ്കാരം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അതുപോലെ അത് കാരണം ഞാൻ ആ ലെവലിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കാലഹരണപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് MM ഹസനെ പോലെയുള്ളവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. MM ഹസനൊക്കെ ഇന്ന് 80 വയസ്സായിട്ടും അദ്ദേഹം ഇന്നും ആക്ടിംഗ് പ്രസിഡന്റാണ്. ചെറുപ്പക്കാരൊന്നും ഇല്ല ഈ കോൺഗ്രസ് പാർട്ടിയിൽ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും പ്രചാരണ രംഗം സജീവമാകുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. അതേസമയം അനിൽ K ആന്റണിയുടെ കൂടുതലൊന്നും പറയാനില്ലെന്ന് UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. അനിൽ K ആന്റണി മറുപടി അർഹിക്കുന്നില്ല. സ്വന്തം പിതാവിനെതിരെ പറഞ്ഞു മടുത്തപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി തിരിയുകയാണ് എന്നാണ് വിമർശനം. അദ്ദേഹം പറഞ്ഞ മറുപടിക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് മറുപടി അർഹിക്കുന്നില്ല. അതൊക്കെ നമുക്ക് വേറൊരവസരത്തിൽ ചോദിച്ചാൽ ആളുകളുടെ പ്രായവും ഏജ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നിങ്ങളുമായിട്ടൊരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. സ്വന്തം അപ്പനെതിരായി പറഞ്ഞ് മതിയായപ്പോ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പിതർനിന്ദ ഇന്നലെ പറഞ്ഞതിലെല്ലാം ഉണ്ട്. കാണിച്ചൊരു പുത്രനെ കുറിച്ച് അവിടുത്തെ വോട്ടർമാർ വിലയിരുത്തും. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യം തള്ളാതെ നടി ശോഭന ആദ്യം മലയാളം പഠിക്കട്ടെയെന്നും ബാക്കിയെല്ലാം പിന്നീടെന്നും ശോഭന പറഞ്ഞു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊപ്പം നെയ്യാറ്റിൻകരയിലെ റോഡ് ഷോയിൽ ശോഭന പങ്കെടുക്കും. നാളെ കാട്ടാക്കടയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിലും ശോഭനയുണ്ടാകും. ഞാൻ മലയാളം മര്യാദയ്ക്ക് സംസാരിച്ചോട്ടെ, പ്രസംഗിക്കാനെല്ലാം. എനിവേ, I'm just an actor with my own hopes and dreams for now. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പും ഏകീകൃത സിവിൽ കോഡും നടപ്പിലാക്കുമെന്ന് BJPയുടെ പ്രകടന പത്രിക. അന്താരാഷ്ട്ര രാമായണോത്സവം, 2036 ഒളിമ്പിക്സ് ആതിഥേയത്വം, 6G ഇന്റർനെറ്റ് സേവനമടക്കമുള്ള വാഗ്ദാനങ്ങളുമുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രകടന പത്രിക പുറത്തിറങ്ങിയത്. സൗജന്യ റേഷൻ, ആയുഷ്മാൻ ഭാരത്, മുദ്ര പദ്ധതി എന്നിവ വിപുലീകരിക്കണമെന്നും പ്രകടന പത്രികയിൽ പറയും. BJP നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കിയെന്ന ആമുഖത്തോടെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതിനിധികൾക്ക് പ്രകടന പത്രികയുടെ പതിപ്പ് പ്രധാനമന്ത്രി കൈമാറി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് എന്നിവ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. नारी शक्ति वंदन अधिनियम अब कानून बन चुका है. बीजेपी ने आर्टिकल 370 को हटाया और हम
CAA लेकर आए। 2036 ഒളിമ്പിക്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സൗകര്യമൊരുക്കുമെന്നും പ്രകടന പത്രികയിൽ പ്രഖ്യാപനമുണ്ട്. വനിതാ സംവരണത്തിന് ഊന്നൽ നൽകുന്ന പ്രകടന പത്രികയിൽ ലഖ്പതി ദീദി പദ്ധതി 3 കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കുമെന്നും പ്രഖ്യാപനം. മെട്രോ റെയിൽ ശൃംഖലയുടെ വിപുലീകരണം, അഴിമതിക്കാർക്കെതിരെ കർശന നടപടികൾ, കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിൻ, 6G സാങ്കേതികവിദ്യ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ. आपने देखा है कि पिछले 10 साल में भ्रष्टाचार पर भाजपा सरकार ने कितनी बड़ी कड़ी कार्रवाई की है। भ्रष्टाचार गरीब का हक छीनता है. മുദ്രാ ലോൺ തുക 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കും. 70 വയസ്സിന് മുകളിലുള്ളവരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. സൗജന്യ റേഷൻ അടുത്ത 5 വർഷം കൂടി തുടരും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. പാവപ്പെട്ടവർക്കുള്ള റേഷൻ 5 വർഷം കൂടി തുടരും എന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ പ്രധാനമന്ത്രി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന പ്രഖ്യാപനത്തിലാണ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രിയെ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കാൻ നിയോഗിച്ചതിലൂടെ BJPയുടെ ലക്ഷ്യം വ്യക്തമാണ്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ 3 മലയാളികളെന്ന സ്ഥിരീകരണം. വയനാട്, കോഴിക്കോട്, പാലക്കാട് സ്വദേശികളാണ് ബന്ദികളാക്കപ്പെട്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിൽ പ്രതീക്ഷയിലാണ് മൂവരുടെയും കുടുംബം. മലയാളികളടക്കം 17 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ വിദേശകാര്യ മന്ത്രാലയം ശ്രമം തുടങ്ങി. കോഴിക്കോട് വെള്ളിവർമ്മ സ്വദേശി തേലാമ്പറമ്പത്ത് ശ്യാംനാഥ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവധി കഴിഞ്ഞ് തിരിച്ചുപോയത്. ദുബായിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രക്കിടെയാണ് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. 10 വർഷമായി MSC കമ്പനിയിൽ ജോലി ചെയ്യുന്ന ശ്യാംനാഥ് മറ്റന്നാൾ നാട്ടിലേക്ക് തിരികെ വരാനിരിക്കെയാണ് സംഭവം. കപ്പലിലെ എഞ്ചിൻ വിഭാഗത്തിൽ സെക്കൻഡ് എഞ്ചിനീയർ ആണ് ശ്യാംനാഥ്. ആ ബോംബെയിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ പ്രതാപൻ എന്ന് പറഞ്ഞിട്ട് ആളെ വിളിക്കുന്നു. ഇങ്ങനെ ഷിപ്പ് ദുബായിൽ നിന്ന് വിട്ടു. ഒരു 90 നോട്ടിക്കൽ മൈലിൽ ഇവർ വരാൻ ഹെലികോപ്റ്ററിൽ ഇറങ്ങി. അപ്പോൾ അവരുടെ ഹെലികോപ്റ്റർ നേരെ ഷിപ്പിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ 2-3 ഇറങ്ങി ഇവരെല്ലാം സീസ് ചെയ്തു. അവരിങ്ങോട്ട് വിളിച്ചതാണ്. പിന്നെ നമ്മൾ വിളിച്ചു നോക്കിയപ്പം അവരെടുക്കണില്ല. അവൻ്റെ കല്യാണമായിരുന്നു മെയ് 20-ന്. അപ്പോൾ ഏപ്രിൽ 15-നാണ് അവൻ വന്നത്. സെപ്റ്റംബർ 17-നാണ് തിരിച്ചു പോയത്. ആശങ്കയുടെ മുൾമുനയിലാണ് ഇതേ കപ്പലിൽ ജോലി ചെയ്തിരുന്ന പാലക്കാട് വടശ്ശേരി സ്വദേശി സുമേഷിന്റെ കുടുംബവും. MSC കമ്പനി അധികൃതരും കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും 3 പേരുടെ കുടുംബങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. 24 കോഴിക്കോട്. ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിലെ ജീവനക്കാരനായ വയനാട് സ്വദേശി ധനേഷ് കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു. സുരക്ഷിതനാണെന്ന് ധനേഷ് അറിയിച്ചതായി പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. ഇങ്ങോട്ട് ഒരു അല്പം മുമ്പ് ധനേഷ് വിളിച്ചിരുന്നു അമ്മയുടെ ഫോണിലേക്ക്. അപ്പോൾ ഞാൻ സേഫാണ്, മോനാണ് വിളിക്കുന്നത്, സേഫാണെന്ന് പറഞ്ഞു. അപ്പോൾ പറയുമ്പോൾ തന്നെ ഫോൺ കട്ടാക്കുകയും ചെയ്തു. രാവിലെ നമ്മൾ കമ്പനിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ അവർ 3:30 ആയപ്പം കമ്പനി നമ്മളെ വിളിച്ചിട്ട് അവർ സേഫാണ്, അവരവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ നിയന്ത്രണം മുഴുവൻ ഇറാനാണ് നടത്തുന്നത് എന്ന് പറഞ്ഞിരുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇനി ഒരു അപകട വാർത്തയിലേക്കാണ്. പാലക്കാട് തേങ്കുറിശി തെക്കേക്കരയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തെക്കേക്കര സ്വദേശി സുരേഷാണ് മരിച്ചത്. കിണറ്റിലകപ്പെട്ട സുരേഷിനെ 4 മണിക്കൂറിലധികം കഴിഞ്ഞാണ് പുറത്തെത്തിക്കാനായത്. പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാനിറങ്ങിയ മറ്റ് 4 പേർ വടത്തിൽ പിടിച്ചു രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെ 12:30ഓടെയാണ് അപകടമുണ്ടായത്. പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാൻ ക്ലബ് അംഗങ്ങൾ കൂട്ടത്തോടെ രംഗത്തെത്തി. 4 പേർ വീതമാണ് ഒരേ സമയം കിണറിലിറങ്ങിയത്. കിണർ തിട്ട ഇടിയുന്നത് കണ്ട് വടത്തിൽ പിടിച്ച് ഉള്ളിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടപ്പോൾ കിണറിന് മുകളിൽ നിൽക്കുകയായിരുന്ന സുരേഷ് കിണറിലേക്ക് വീണു. ശരീരത്തിൽ കല്ല് പതിച്ചതോടെയാണ് എഴുന്നേൽക്കാനാകാത്ത വിധം കിണറിൽ അകപ്പെട്ടു പോയത്. ഈ കിണറിനകത്ത് ഈ പായലും മറ്റ് ഇതുകളൊക്കെ പിടിച്ചിട്ട് വേസ്റ്റൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇറങ്ങി ഏകദേശം ഒരു ബാച്ച് ഇറങ്ങി അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ചൂലുകൊണ്ട് സൈഡ് ഈ പായലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ചൂലുകൊണ്ടൊക്കെ അടിച്ചു വൃത്തിയാക്കാൻ വേണ്ടി അടുത്ത ബാച്ച് 3 ആൾ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഈ അകപ്പെട്ട പുള്ളി മുകളിൽ നിൽക്കുമായിരുന്നു, കിണറ്റിന് മുകളിൽ നിൽക്കുമായിരുന്നു. ആ ഭാഗം മൊത്തം ഇടിഞ്ഞ് തള്ളി
ഒന്നായി വീഴാണ് ഉണ്ടായത്. ഫയർഫോഴ്സും പോലീസും JCB ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ 4 മണിക്കൂർ കഴിഞ്ഞാണ് സുരേഷിനെ പുറത്തെത്തിക്കാനായത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. JCBന്റെ ഉപയോഗത്തോടെ നമുക്ക് അവർ സഹായത്തോടെ നമുക്ക് എടുക്കാൻ പറ്റിയത്. വെള്ളം അതിൽ കൂടുതൽ ഉറവുള്ള കാരണം തന്നെ മോട്ടറും മറ്റുള്ള ഫയർഫോഴ്സിനും എല്ലാവരുടെയും സഹായത്തോടെ എടുത്തു. വിഷുദിന ആഘോഷങ്ങൾക്കിടെയാണ് നാടിന് നൊമ്പരമായി യുവാവിന്റെ ദാരുണാന്ത്യം. 24 പാലക്കാട്. വിഷു ആഘോഷിച്ച മലയാളികൾ. തെളിയുന്നു മാനത്തോരോട്ടുരുളിയതിൽ തെളിയുന്ന സ്മരണകൾ കണിവട്ടമാ. ആഘോഷമായി മേടപ്പുലരിയെ വരവേറ്റ മലയാളികൾ. കേരളത്തിനകത്തും പുറത്തും പൊലിമയൊട്ടും കുറയാതെ മലയാളികൾ വിഷു ആഘോഷിച്ചു. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് ഉണ്ടായിരുന്നത്. വിഷുദിനത്തിൽ സംസ്ഥാനത്തെ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശബരിമലയിലും ഗുരുവായൂരിലും ആയിരങ്ങളാണ് കണി കാണാനെത്തിയത്. തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മണ്ഡല മകരവിളക്ക് കാലത്തേതിന് സമാനമായ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ചേർന്ന ഭക്തർക്ക് വിഷു കൈനീട്ടം നൽകി. പുലർച്ചെ 2:42 ആരംഭിച്ച വിഷുക്കണി ദർശനം കാണാൻ ഗുരുവായൂരിലും ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മറുനാട്ടിലും മലയാളികൾ വിഷു ആഘോഷമാക്കി. ദില്ലി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും മുംബൈയിൽ ഡോംബിവാലിയിലുള്ള പൊന്നു ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ നടന്നു. വിഷുവിന് സമാനമായ തമിഴ് പുത്താണ്ടും ഇന്നായതിനാൽ പുലർച്ചെ 4 മണി മുതൽ വൻ തിരക്കാണ് ചെന്നൈയിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. ബംഗളൂരുവിൽ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ വിഷു ആഘോഷങ്ങൾ നടന്നു. ഗൾഫിലും വിഷു ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് 24. മലയാളികളുടെ കാരുണ്യ പ്രവാഹത്താൽ സൗദി ജയിലിൽ നിന്ന് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. ഇതിനിടെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെക്കുറിച്ച് ചിലരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാകും. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ പ്രേമകുമാരി. മോചനദ്രവ്യം നൽകി നിമിഷയെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. അടുത്ത ആഴ്ചയോടെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലേക്ക് തിരിക്കും. സനയിലെത്തി നിമിഷയെ കണ്ട ശേഷം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മാപ്പപേക്ഷിക്കും. മോചനദ്രവ്യം സ്വീകരിച്ച് നിമിഷയെ കൊലക്കയറിൽ നിന്നും മോചിപ്പിക്കാൻ അപേക്ഷിക്കാനാണ് യാത്ര. 2016 മുതൽ യമനിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് യാത്രാനുമതിയില്ല. എന്നാൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ അനുമതി ലഭിച്ചത്. 12 വർഷമായി മകളെ കണ്ടിട്ടില്ലെന്നും നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായിക്കണമെന്നും പ്രേമകുമാരി 24നോട് പറഞ്ഞു. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കൊരു നോക്ക് ആ രാജ്യത്ത് കാലുകുത്താനായിട്ട് ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ ദൈവത്തോട് യാചിക്കുകയാണ്. എങ്ങനെയാ പറയണമെന്നും എന്താ പറയണമെന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ മകളുടെ മോചനത്തിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അവളെ രക്ഷിച്ചു നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 2020 യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഭരണകൂടവും ഹൂതി വിമതരും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം ശക്തമായതിനെ തുടർന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ട നിയമസഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും മലയാളികൾ തുടർന്നു. വ്യവസായി MA യൂസഫ് അലി നേരിട്ടിറങ്ങി. ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇടപെട്ട് യമൻ കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ തള്ളി വധശിക്ഷ ശരിവച്ചപ്പോഴും വിചാരണ കോടതി വിധി മോചനദ്രവ്യമെന്ന സാധ്യത തുറന്നു നൽകി. ഈ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആന എഴുന്നള്ളിപ്പ് പ്രതിസന്ധി മറികടക്കാൻ നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും. ഇടുക്കി അടിമാലിയിൽ മോഷണ ശ്രമത്തിനിടെ വയോധികയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ പ്രതികൾ പിടിയിൽ. കൊല്ലം കിളികൊല്ലൂർ സ്വദേശി KG അലക്സ്, കവിത എന്നിവരെ പിടികൂടിയത് പാലക്കാട് നിന്ന്. വിഷുദിനത്തിൽ പട്ടാമ്പിയെ ഞെട്ടിച്ചരും കൊല. ആലൂർ സ്വദേശിനിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തിക്കൊന്നു. പ്രതി സന്തോഷിനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി.
കായംകുളം CPIM-ലെ പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിച്ച നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരം മന്ത്രി സജി ചെറിയാൻ നേരിട്ട് ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയുമായി നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പായത്. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.